എടാ ടിൻഡു, നീ ഇത് കണ്ടോ? പത്രമല്ലേ, അത് ഞാൻ കണ്ടതാ. അതല്ലടാ, ഇതിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ? എന്റെ അച്ഛാ സ്വസ്ഥമായിട്ടൊന്ന് കളിക്കാനും സമ്മതിക്കില്ലേ? എടാ ടിൻഡു, കളിച്ചതൊക്കെ മതി, വന്നിരുന്ന് പത്രം വായിക്ക്. എങ്കി പിന്നെ കുറച്ചു നേരം അച്ഛൻ കളിക്ക്, ഞാൻ പത്രം വായിക്കാം. പറയുന്നത് അനുസരിക്കടാ കഴുതേ. ഇതൊക്കെ വായിച്ചു തീരുമ്പോഴേക്കും ഒരു നേരമാവും. അച്ഛാ, ഇത് കണ്ടോ? എന്താടാ? ദിനേശ് ബീഡിക്കും വിചിത്ര ജീവിക്കും പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് ഉണ്ടെന്ന്. ഇളിക്കാതെടാ കഴുതേ. ഇളിക്കാതെ പിന്നെ എന്ത് ചെയ്യും? ദിനേശ് ബീഡിയും വിചിത്ര ജീവിയും എപ്പോഴാ പരീക്ഷ എഴുതിയത്? എടാ മണ്ടാ, ദിനേശ് ബീഡി അല്ല, ദിനേശ് ബീഡി. വിചിത്ര ജീവിയല്ല, വിചിത്ര ജീവി. മനസ്സിലായോ? ഇങ്ങനെയായിരുന്നു. അതിങ്ങനെയാ വായിക്കേണ്ടത്. മര്യാദയ്ക്ക് നോക്കി വായിക്കടാ മണ്ട. അച്ഛാ രക്ഷപ്പെട്ടു, ഇനി സമാധാനമായി കിടന്നുറങ്ങാം. അതെന്താടാ? ദേ പത്രത്തിലുണ്ട്. എന്ത് സമാധാനമായിട്ട് കിടന്നുറങ്ങണമെന്നോ? ദേ കണ്ടോ, ഇടി മിന്നലേറ്റ് മരിച്ചെന്ന്. ഈ മഴ പെയ്യുമ്പോ ഇടി ഉണ്ടാവില്ലല്ലോ. എന്റെ ദൈവമേ, ഇവൻ എങ്ങനെ ഇത്രയും മണ്ടനായിപ്പോയി? എടാ, ഇടിമിന്നലേറ്റ് മരിച്ചു എന്നാ വായിക്കേണ്ടത്. ഓ അത് ശരി, അതിങ്ങനെയായിരുന്നു. മണ്ടത്തരം വിളിച്ചു കൂവാതെ വായിക്കടാ മണ്ടാ. ഇവനെയൊക്കെ തല്ലി എല്ലൊടിക്കണം. എടാ, എന്താടാ നീ പറഞ്ഞത്? നിനക്ക് എന്റെ എല്ലൊടിക്കണോ അല്ലേ? അയ്യോ അച്ഛനെ അല്ല, ഞാൻ നേതാവിന്റെ കാര്യം പറഞ്ഞതാ. നേതാവോ? ഏത് നേതാവ്? നീ എന്തിനാ അയാളുടെ കാല് തല്ലിയൊടിക്കുന്നത്? പിന്നല്ലാതെ, തോന്നുമ്പോ പാർട്ടി മാറിയാ ഇവനൊക്കെ പിന്നെ എന്ത് ചെയ്യണം? എനിക്ക് കലി വന്നിട്ട് പാടില്ല. കഴിഞ്ഞ ആഴ്ചയാ അയാള് പാർട്ടി മാറിയത്.